അപ്പോൾ സഖാക്കളെ, എക്സിറ്റ് പോൾ ഫലങ്ങൾ പലരും കണ്ടു കാണും. അതെല്ലാം ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണ് എന്ന സൂചനയാണ് നൽകുന്നത്. വരാൻ പോകുന്ന മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ UDFന് കേരളത്തിൽ അധികാരം കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. നമ്മൾ ഫലങ്ങളെ ഒന്നും തള്ളിക്കളയുന്നില്ല. കാര്യം അതൊക്കെ ഒരു ക്ലീശയാണ്. ഒരു റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാര്യം പ്രധാനപ്പെട്ട സർവേകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഒരു ഭരണമാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സർവേ ഫലങ്ങളിലും ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞുകൊണ്ടോ തകർത്തെറിഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ 2021 ഇടതുപക്ഷം 99 സീറ്റോടെ അധികാരത്തിൽ വന്നതുപോലെ UDF ഇതാ ഇടതുപക്ഷത്തെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് മടങ്ങി വരാൻ പോകുന്നു എന്ന് ഒരു സർവേ ഫലവും ഇതുവരെ പ്രവചിച്ചിട്ടില്ല. അതിൽ ആക്സിസ് മൈ സർവേ ആണ് 73 മുതൽ 90 വരെ ആകാമെന്നുള്ള നമ്പറിലേക്ക് എത്തിയത്. ബാക്കിയുള്ള ആരും അത്രയും വലിയ നമ്പർ പ്രവചിച്ചിട്ടില്ല. ഏകദേശം 4-5ഓളം സർവേ ഫലങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UDF അധികാരത്തിലേക്ക് വരണം എന്നതിനെ സംബന്ധിച്ചും ഇടതുപക്ഷം തുടരണമോ എന്ന ചോദ്യത്തിനും 10 വർഷമായില്ലേ ഒരു മാറ്റമാകാമെന്നുള്ള ഒരു പ്രചരണം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയത് അദൃശ്യമായി എങ്ങനെ 10 വർഷമായില്ലേ, ഇനിയിപ്പോ ഇവർ ഭരിക്കട്ടെ എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും, അല്ലെങ്കിൽ UDF വരട്ടെ എന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ് സർവേ ഫലങ്ങൾ നൽകുന്നത്. എന്തായാലും മെയ് 4-ലേക്ക് തെരഞ്ഞെടുപ്പ് ഫലം, അതായത് ഒറിജിനൽ പുറത്തേക്ക് വരുമ്പോഴേക്കും ആ തെരഞ്ഞെടുപ്പ് ഫലം നേരത്തെ പല സർവേ ഫലങ്ങളിലും തിരിച്ചടികൾ ഉണ്ടായതുപോലെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അന്ന് ആ രീതിയിൽ തന്നെ നമ്മൾ അതിനെ ഉൾക്കൊള്ളും. ഒരു പക്ഷേ പുറത്തു വരുന്ന റിയാലിറ്റികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരുതരം നമ്മൾ റിയാലിറ്റിയിൽ ജീവിക്കാത്ത മനുഷ്യരായിട്ടാണ്. സർവേ ഫലങ്ങളൊന്നും ആക്ച്വൽ അല്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നേരത്തെയൊക്കെ ആക്സിസ് മൈ സർവേ എന്ന് പറയുന്ന ദേശീയ സർവേ നടത്തുന്ന വിഭാഗക്കാർ അവർ മുൻകൂട്ടി പ്രവചിച്ച കാര്യങ്ങൾ ഇടതുപക്ഷത്തിന്റെ കാര്യത്തിലും കേരളത്തിന്റെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും പ്രതിഫലിച്ചിട്ടുള്ളത് കൊണ്ട് അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2016-ലും 2021-ലും ഇടതുപക്ഷം 104ഓളം സീറ്റിൽ അധികാരത്തിൽ വരുമെന്ന് അന്ന് പ്രവചിച്ചവർ ഇപ്പോൾ പറയുന്നുണ്ട് 90 സീറ്റോളം നേടി UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആക്സിസ് മൈ സർവേയുടെ ഫലങ്ങൾ ഏകദേശം കൃത്യമായിട്ടുള്ള പ്രവചനമായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും നിൽക്കുമ്പോഴും ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും